ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. 2025 ഇന്ത്യൻ ഏലം വിപണിക്ക് നല്ല കാലമെന്ന് വിലയിരുത്തൽ. ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിച്ചത് ഇന്ത്യൻ ഏലത്തിന്റെ വില കുതിച്ചുയരാൻ കാരണമായി. 2025 ഇന്ത്യൻ ഏലത്തിന് അനുകൂല വർഷമെന്ന് വിലയിരുത്തൽ. വിലയും ഉൽപ്പാദനക്ഷമതയും കുത്തനെ ഉയർന്നു. ഈ വർഷം ശരാശരി വില ഏക്കറിന് കിലോയ്ക്ക് 300 കടന്നിരിക്കുന്നു. താമസിയാതെ ഇത് 400 മുതൽ 500 വരെ എത്തുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ. മാർച്ച് മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴ ഏലം കൃഷിക്ക് അനുയോജ്യ സാഹചര്യം സൃഷ്ടിച്ചുവെന്നാണ് റിപ്പോർട്ട്. തോട്ടങ്ങൾക്ക് സ്ഥിരമായി ആരോഗ്യകരമായ ഉൽപ്പാദനക്ഷമത നിലനിർത്താൻ ഇത് സഹായിച്ചെന്ന് KCPMC ലിമിറ്റഡിന്റെ ജനറൽ മാനേജർ PC പുന്നൂസ് പറഞ്ഞു. 2023-24 കുറഞ്ഞ ഉൽപ്പാദനം കാരണം കർഷകരുടെ പക്കലോ ഉപഭോഗ കേന്ദ്രങ്ങളിലോ കൊണ്ടുപോകാനുള്ള സ്റ്റോക്ക് ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ മുന്നേറ്റം ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ സുഗമവും തടസ്സമില്ലാത്തതുമായ ഏലത്തിന്റെ വിൽപ്പന ഉറപ്പാക്കി. കഴിഞ്ഞ 2 സീസണുകളിലായി ഗോട്ടിമാലയിലെ വിളനഷ്ടം കഴിഞ്ഞ വർഷവും ഈ വർഷവും കയറ്റുമതി വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘടകങ്ങൾ ഏലം മേഖലയെ സീസണിലുടനീളം കിലോയ്ക്ക് 2400 രൂപയ്ക്ക് മുകളിൽ ശരാശരി വില നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. വിളവെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രൂക്ഷമായ തൊഴിലാളി ക്ഷാമം ഉണ്ടായിരുന്നിട്ടും വിലകൾ ശക്തമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ മുണ്ടകൻ പാടശേഖരങ്ങളിൽ വെള്ളം വറ്റുന്നതിൽ ആശങ്കയിലാണ് കർഷകർ. മഴയുടെ അഭാവം നെൽച്ചെടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കർഷകരുടെ പരാതി. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന മുണ്ടകൻ പാടശേഖരങ്ങളിൽ വെള്ളം വറ്റുന്നതിന്റെ ആശങ്കയിലാണ് കർഷകർ. വെള്ളത്തിന്റെ അഭാവം നെൽച്ചെടികളുടെ വളർച്ചയെ ബാധിക്കുകയും വിളനഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് കർഷകരെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് തള്ളിവിടും. സംസ്ഥാനത്ത് ഒക്ടോബർ 1 മുതൽ ഡിസംബർ വരെ 486.5 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടിയിരുന്നത്. ഇതുവരെ 388.3 മില്ലിമീറ്റർ മഴയാണ് പെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട്. കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗത്തിന്റെ കണക്കുകൾ പ്രകാരം മഴ ലഭ്യതയിൽ 20% കുറവാണുണ്ടായത്. പാലക്കാട്, തൃശൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലായി 24 മില്ലിമീറ്റർ മഴയുടെ കുറവുണ്ട്. നവംബറിൽ കനത്ത മഴ എവിടെയും ലഭിച്ചിട്ടില്ല. ഉയർന്ന പകൽ താപനില മൂലം പാടശേഖരങ്ങളിൽ നിലവിലുള്ള വെള്ളം വേഗത്തിൽ വലിയുകയാണ്. ജലസേചന സൗകര്യങ്ങൾ കുറഞ്ഞ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് തുലാവർഷമാണ് ആശ്രയം. എന്നാൽ ഈ വർഷം തുലാമഴ കുറവാണ്. കുളങ്ങൾ, കിണറുകൾ എന്നിവിടങ്ങളിൽ നിന്നും പാടശേഖരങ്ങളിലേക്കുള്ള വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പാടശേഖരങ്ങളിലേക്ക് എത്തിച്ചാണ് താൽക്കാലിക പരിഹാരം കാണുന്നത്. നെൽച്ചെടികൾ കതിരിടുന്ന സമയത്ത് വെള്ളവും ഈർപ്പവും ഇല്ലെങ്കിൽ കതിർ പുറത്തുവരാതിരിക്കുകയും മണികൾക്ക് കനം കുറയുകയും ചെയ്യും. ചൂട് കൂടുന്നതോടെ പാടശേഖരങ്ങളിലെ നെൽച്ചെടികൾക്ക് കരിച്ചിലുമുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കണ്ണൂർ ജില്ലയിൽ ഉഴുന്ന് കൃഷി സജീവമായിരിക്കുകയാണ്. പരമ്പരാഗത കൃഷിയാണ് കർഷകർ ഉഴുന്ന് വിളവെടുക്കുന്നത്. സഹായവുമായി ഭരണകൂടവും. കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളിലെയും നെൽവയലുകളിൽ ഉഴുന്നു ചെടികൾ പച്ചവിരിച്ചു തുടങ്ങി. പരമ്പരാഗത കൃഷിയായാണ് ഏറെ കർഷകരും ഉഴുന്ന് വിളവെടുക്കുന്നത്. പല കർഷകരും കൂടെ ചെറുപയർ വിത്തും വിതയ്ക്കാറുണ്ട്. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങൾ ഉഴുതുമറിച്ച് വിത്തെറിയുന്നതാണ് പരമ്പരാഗത രീതി. ഇപ്പോൾ പഞ്ചായത്തുകൾ മുഖേന ഏറെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. സബ്സിഡിയിൽ വിത്ത് നൽകിയും പണിക്കൂലി ഇനത്തിൽ ഹെക്ടറിന് നിശ്ചിത തുക നൽകിയുമൊക്കെയാണ് പഞ്ചായത്തുകളിൽ നിന്ന് കർഷകരിലേക്ക് സഹായമെത്തുന്നത്. 1 കിലോഗ്രാം ഉഴുന്നുവിത്തിന് 100 രൂപ വരെ സഹായധനം കർഷകരിലെത്തിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ഉഴുന്ന്, പയർ കൃഷിയിൽ ശ്രദ്ധേയ നേട്ടം കൈവരിക്കാനുള്ള പഞ്ചായത്തുകളിലൊന്ന് പട്ടുവമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.